മാർപ്പാപ്പമാരുടെ മതസംസ്കാര ചടങ്ങുകൾക്കായുള്ള നവീകരിച്ച പുസ്തകം ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ചു. ആരാധനക്രമ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാനിലെ ഓഫീസാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1998 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ അംഗീകാരത്തോടെ പാപ്പമാരുടെ മതസംസ്കാര ചടങ്ങുകൾക്കായുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ നവീകരിച്ച പതിപ്പെന്ന രീതിയിലാണ് പുതിയ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. 2005 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മതസംസ്കാര ചടങ്ങുകൾക്ക് 1998 പുസ്തകം അനുസരിച്ചുള്ള ക്രമങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. ഇവയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് 2023 ബെനഡിക്ട് 16 പാപ്പയുടെ മതസംസ്കാര ചടങ്ങുകൾ നടന്നത്. പുതുക്കിയ ക്രമമനുസരിച്ച് മാർപ്പാപ്പയുടെ മുറിയിലല്ല, സ്വകാര്യ ചാപ്പലിൽ വെച്ചായിരിക്കും മരണം സ്ഥിരീകരിക്കുക. മരണശേഷം മൃതശരീരം തുറന്ന പെട്ടിക്കുള്ളിൽ സൂക്ഷിക്കുക. വിശ്വാസികൾക്ക് വണക്കത്തിനായി തുറന്ന പെട്ടിയിൽ തന്നെ പാപ്പയുടെ ശരീരം പ്രദർശിപ്പിക്കുക. മുൻപുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സൈപ്രസിന്റെയും ഈയത്തിന്റെയും ഓക്കുമരത്തിന്റേതുമായ 3 പെട്ടിക്കുള്ളിൽ അടയ്ക്കുന്നത് നിർത്തലാക്കുക തുടങ്ങിയ മാറ്റങ്ങളാണ് പുസ്തകത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. പുതിയ ക്രമമനുസരിച്ച് നാഗപ്പെട്ടിക്കുള്ളിലുള്ള തടിപ്പെട്ടിയിലായിരിക്കും പാപ്പയുടെ ഭൗതിക ശരീരം സൂക്ഷിക്കുക. മാർപ്പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾ കൂടുതൽ ലളിതമാക്കുകയും ബുദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കൂടുതൽ പ്രഘോഷിക്കുന്നതിനായി മാറ്റുകയും ചെയ്യുന്നതിനായാണ് പുസ്തകം നവീകരിച്ചത്. ആർച്ച് ബിഷപ്പ് ദിയേഗോ റബേലി പറഞ്ഞു. പാപ്പയുടെ ആരാധനാക്രമ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാൻ ഓഫീസിന്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരത്തെ തുടർന്ന് 2024 ഏപ്രിൽ 29 പാപ്പമാരുടെ മൃതസംസ്കാര ചടങ്ങുകൾക്കായുള്ള പുസ്തകത്തിന്റെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കിയത്. നവംബർ 4 ഇതിന്റെ പ്രഥമ കോപ്പി ഫ്രാൻസിസ് പാപ്പയ്ക്ക് കൈമാറിയെന്നും ബിഷപ്പ് ദിയേഗോ റബേലി കൂട്ടിച്ചേർത്തു.